ഇന്ന് രാവിലെ തന്നെ വണ്ടി എടുത്തിട്ട് ഒരു സ്ഥലം വരെ പോകാമെന്ന് വിചാരിച്ചു. വേറെ എവിടെയല്ല, നമ്മുടെ ഈ നൂറിനായിട്ടുള്ള പള്ളിമുക്കം ഭഗവതി ക്ഷേത്രത്തിലാണ്. രാവിലെ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞാനൊരു വ്ളോഗ് പോലെ കുറച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് ഡബ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. അത് ദേവീക്ഷേത്രമാണ്, ഭദ്രകാളി ക്ഷേത്രമാണ്. അപ്പോൾ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. രാവിലെ 6 മണി മുതൽ ക്ഷേത്രം ദർശനത്തിനായി ഇവിടെ തുറക്കുന്നതാണ്. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പടനിലം പരബ്രഹ്മ ക്ഷേത്രം ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ലേ, വലിയ കെട്ടുകാഴ്ചയൊക്കെ ഉള്ള ക്ഷേത്രം. അപ്പോൾ ഈ പടനിലം പരബ്രഹ്മ ക്ഷേത്രവുമായി അടുത്ത ബന്ധമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ പള്ളിമുക്ക് ഭഗവതി ശ്രീ ക്ഷേത്രം. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ പടനിലം വരുന്ന റൂട്ടിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ നേരെ പടനിലത്ത് വന്നിട്ട് ഈ ഗൂഗിൾ മാപ്പിലുണ്ടല്ലോ, ഗൂഗിൾ മാപ്പിനകത്താണെങ്കിൽ പള്ളിമുക്കം ഭഗവതി ക്ഷേത്രം എന്ന് കൊടുത്താൽ മതി. നേരെ നമ്മൾ ഗൂഗിൾ അമ്മച്ചി ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കും. പിന്നെ കുംഭമാസത്തിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത്. കുംഭം ഭരണി മഹോത്സവം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിന് ചതുരാകൃതിയിലുള്ള ഒരു ശ്രീകോവിലാണ് ഉള്ളത്. 4 അമ്പലവും നമസ്കാര മണ്ഡപവും ഉള്ള ഒരു ചതുരശ്രീ കോവിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ അമ്പലത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് നോക്കാവുന്നതാണ്. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ ഇവിടുത്തെ പണികളൊക്കെ ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ, ഇവിടെ മിക്കപ്പോഴും വരുമ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇവിടെ എല്ലാം ഞാൻ ചുറ്റിനും നടന്ന് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് പോയത്. നേരത്തെ ഞാൻ വന്നിട്ടുണ്ട്. മിക്കപ്പോഴും വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പള്ളിമുക്കം ഭഗവതി ക്ഷേത്രം. കഴിഞ്ഞ ഓണത്തിനൊക്കെ ഇവിടെ വന്നായിരുന്നു ഫാമിലിയായിട്ട്. പിന്നെ ഇവിടെ കുറേ കല്യാണ ഫോട്ടോഷൂട്ടുകൾ കാണാൻ പറ്റും. ഞാൻ ചെന്നപ്പോൾ തന്നെ ഇവിടെ കുറേ, അതായത് 3-4 ടീമുകൾ ഇങ്ങനെ വന്ന് ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും എല്ലാം ഫോട്ടോഷൂട്ട് ഇവിടെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളതൊക്കെ ഇങ്ങനെ മാറി നിന്ന് നോക്കി നിന്ന്, നമ്മളവിടെയൊക്കെ നിന്ന് ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുത്ത് നിന്ന് അവരവരുടെ ജോലി നടത്തുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ, അവിടെയൊക്കെ വേണം നമുക്ക് ഇരിക്കാൻ. ഞാൻ പക്ഷേ ഇരുന്നില്ല. ഞാൻ കുറച്ച് നേരം അവിടെ നടന്ന് വയലിൻ്റെയും അപ്പുറത്തെല്ലാം പോയിരുന്ന് ഫോട്ടോ എടുത്ത്. പിന്നെ ഇത് കഴിഞ്ഞ വർഷമൊക്കെ ഇത് ന്യൂസിലൊക്കെ ഒരുപാട് കാണിച്ചായിരുന്നു, 24 റിപ്പോർട്ടിലൊക്കെ. വേറെ ഒന്നുമല്ല, ഇവിടെ ഈ താമര വിരിഞ്ഞായിരുന്നു. ഈ ഒരു ഏപ്രിൽ മെയ് മാസമൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ താമര നല്ലപോലെ വിരിയുന്നുണ്ടായി. ഞാനവിടെ ചെന്നപ്പോൾ തന്നെ ചെറിയ ചെറിയ മുട്ടുകളൊക്കെ നിൽക്കുന്നത് കണ്ട്. അപ്പോൾ ഒരു ഏപ്രിൽ മെയ് മാസമൊക്കെ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കാണിക്കുന്നതാണ് ഇവിടെ താമര വിരിയുന്നതൊക്കെ. ആ വീഡിയോ ഞാൻ നിങ്ങളെ ഉറപ്പായിട്ടും ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. പിന്നെ ഇവിടുത്തെ ഈ കുളം കണ്ടില്ലേ, 2 കുളമൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമാണ്. ഇവിടെയാണ് കൂടുതൽ ഫോട്ടോഷൂട്ട് നടക്കുന്നത്. നമ്മൾ നല്ല ചൂട്, രാവിലെ ഒരു 8:30 അങ്ങോട്ട് കഴിഞ്ഞപ്പോഴും ചൂടടിച്ചു. അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയില്ല. കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഒന്ന് കാലൊക്കെ ഇട്ട് നിന്ന് പിന്നെ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നു. ചുറ്റിനും ആരുമില്ല ഇവിടെ. ഞാൻ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് വൈബ് ആസ്വദിച്ചിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ഒക്കെ ചെയ്തിരുന്നോ.